UDF ഭരണത്തിന്റെ തണലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഇതാ കേരളത്തിൽ വീണ്ടും ശക്തമാക്കാനുള്ള നീക്കങ്ങൾ സംഘടന ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ മേഖലകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പടർന്നു കയറുകയാണ്. കോൺഗ്രസിന് ഇത്തവണ ഇത്ര മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് പ്രധാനമായും തങ്ങളാണെന്ന രാഷ്ട്രീയ ക്രെഡിറ്റാണ് അവർ അടിച്ചെടുക്കാൻ ഈ മതസംഘടന ഇപ്പോൾ ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗിനേക്കാൾ SDP-യേക്കാൾ വർഗീയത ആഴത്തിൽ പറയുക, പ്രവർത്തിക്കുക, അത് പ്രാവർത്തികമാക്കുക, പ്രചരിപ്പിക്കുക, അതാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സർക്കാരിന് മുന്നിലെ ലക്ഷ്യം. തങ്ങളുടെ മുന്നിൽ സമസ്തയെന്നും ഒന്നുമല്ലെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് ഏറെ സമയമൊന്നും വേണ്ട. ന്യൂനപക്ഷ വർഗീയതയുടെ പ്രചരണം അതിൻ്റെ എല്ലാ പരിധിയും വിട്ട് മുന്നോട്ട് പോകുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത് ഗുണകരമാകുമെന്ന് കരുതുന്നവർ കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി പേരുണ്ടെന്ന് ദുഃഖകരം. ജമാഅത്തെ ഇസ്ലാമി ഇല്ലെങ്കിൽ തങ്ങൾ ജയിക്കില്ലെന്ന് ഇപ്പോഴും കരുതുന്ന ചില കോൺഗ്രസ് MLA-മാർ, ഇവരാണിപ്പോൾ ഈ സംഘടനയുടെ തുറുപ്പ് ചീട്ട്. നിലവിൽ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഉപയോഗിച്ച് ഈ സംഘടനാ സംവിധാനവും ആശയപ്രചരണവുമൊക്കെ ഇവർ വ്യാപിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എങ്ങനെയാണ് അവർ ആഴ്ന്നിറങ്ങി വർഗീയത പരത്തുന്നത് എന്നതിൻ്റെ സജീവ തെളിവുകൾ പുറത്തു വരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പോസ്റ്ററിൽ ആഗോള ഇസ്ലാമിക് ഭീകരരുടെ ചിത്രങ്ങൾ വന്നത് അത് വെറുതെയൊന്നുമല്ല, മനഃപൂർവ്വം തന്നെയാണ്. UDF ഭരണകാലത്ത് മാത്രമാണ് തങ്ങൾക്ക് വളരാനുള്ള വെള്ളവും വളവും കൂടുതൽ ലഭിക്കുകയെന്ന് അവർക്കറിയാം. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പഠന ക്യാമ്പുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളിലാണ് ഇസ്ലാമിക ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആഗോള നേതാക്കളായ മൗദൂദി, ഷെയ്ഖ് അഹമ്മദ് യാസിൻ, ഹസനുൽ ബന്ന എന്നിവരുടെ ചിത്രങ്ങൾ ഒരു കൂസലുമില്ലാതെ ചേർത്തിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകനും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് മൗദൂദി. ഷെയ്ഖ് അഹമ്മദ് യാസിൻ ആകട്ടെ ഗാസയിലെ മത തീവ്ര സംഘടനയായ ഹമാസിൻ്റെ സ്ഥാപകൻ. ഹസനുൽ ബന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന ആഗോള ഭീകര സംഘടനയുടെ സ്ഥാപകൻ. ഈ മതഭീകരരുടെ ചിത്രങ്ങൾ മുറുകെ പിടിച്ച് അത് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് വീണ്ടും അവർ തുറന്നു കാട്ടുകയാണ് ഈ പോസ്റ്ററുകളിലൂടെ. തങ്ങളുടെ ആശയങ്ങൾ കൂടുതലായി കേരള സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ഇസ്ലാമിക ഭീകരവാദത്തിന് കൂടുതൽ വേരുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് SIO-യുടെ ഈ പഠന ക്യാമ്പിൻ്റെ പ്രചരണ ലക്ഷ്യം. ജമാഅത്ത് ഇസ്ലാമി എന്ന മതസംഘടനയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടത്ര ക്ലച്ച് പിടിക്കാനായില്ല കഴിഞ്ഞ തവണയും അടുത്ത കാലത്തെങ്ങും. മുസ്ലിം മതവിഭാഗത്തിൽ പോലും ലഭിക്കാത്ത ഒരു സ്വീകാര്യത ലഭിക്കാത്ത സാഹചര്യത്തിലാണ് മറ്റു മാർഗങ്ങൾ അവർ പരീക്ഷിക്കുന്നത്. നിലവിൽ മതത്തിൻ്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ മെക്ക പോലുള്ള സംഘടനകളുണ്ട്. എങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാനായി മറ്റു സംഘടനകൾക്കും ഇവർ പ്രവർത്തനം സജ്ജമാക്കാൻ ഒരുങ്ങുന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ മതഭീകരവാദത്തിൻ്റെ വിഷം വമിപ്പിക്കുക, ആ ലക്ഷ്യത്തോടെയാണ് SIO ഇപ്പോഴേ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോൾഡാറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ചില പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ പോസ്റ്ററിലെ ഭീകര നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകളുണ്ടായിരുന്നു. സംസ്ഥാനത്ത് അധികാരമേറ്റ UDF സർക്കാരിന് മുന്നിലും ഇതേ അവസ്ഥ തന്നെയാണ്. സർക്കാരും ജമാഅത്ത് ഇസ്ലാമിയുമായി നല്ല കൂട്ടുകെട്ടുണ്ട്, ഒരു സംശയം വേണ്ട. കേരളത്തിൽ തങ്ങളുടെ പ്രവർത്തനത്തിന് അനുകൂല സാഹചര്യമേ കണ്ടുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും പോഷക സംഘടനകളും ഇപ്പോൾ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പരസ്യമായി പിന്തുണ നൽകുക മാത്രമല്ല, മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ആശയപരമായ പ്രചരണം നടത്തി ലീഗിനെ പോലും ഭയപ്പെടുത്തുന്ന, നിയന്ത്രിക്കുന്ന ശക്തിയായി തങ്ങൾക്ക് മാറാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞു എന്നിടത്താണ് ആ മതസംഘടനയുടെ വിജയമിരിക്കുന്നത്. എണ്ണത്തിൽ കുറവാണെങ്കിലും ആശയപ്രചരണത്തിൽ ഇവർ വ്യത്യസ്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ UDF-നെ നയിച്ച VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകുകയും കൂടി ചെയ്തതോടെ എല്ലാം കാര്യങ്ങൾ എളുപ്പത്തിലായി. എന്തായാലും ഈ സംഘടനയുടെ ആശയവാദങ്ങൾ അത് വ്യക്തമായ ലക്ഷ്യമല്ലെങ്കിലും മൊത്തത്തിലൊരു മത പരിപോഷിപ്പിക്കുക, സ്വന്തം മതത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമുണ്ട്. വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലും മുസ്ലിം വിഭാഗം നിർണായകമായ ചില മണ്ഡലങ്ങളിലൊക്കെ UDF-ൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ അവർ റിസൾട്ട് വന്ന അന്ന് മുതൽ തുടങ്ങിയിരുന്നു. UDF ഭരണത്തിൽ ഭാവിയിൽ തങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക അജണ്ടകൾ നേടിയെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാർത്ഥി സംഘടനയായ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കാൻ ഇപ്പോഴിതാ ഈ അധ്യയന വർഷം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തങ്ങളുടെ ആളും എണ്ണവും സ്വാധീനവുമൊക്കെ ശക്തമാക്കുകയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വിവിധ പോഷക സംഘടനകളിലൂടെ. UDF കാലത്ത് മുസ്ലിം ലീഗ് കുത്തിയാക്കി വെച്ചിരുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ഇപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം. വെൽഫെയർ പാർട്ടിയുടെ സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെൻറ്റ് പ്രവർത്തനവും ഇപ്പോൾ വീണ്ടും സജീവമാക്കിയിരിക്കുന്നു. മതന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ
ബലത്തിൽ അധികാരത്തിലെത്തിയ യു ഡി സർക്കാരിന് ഇതൊക്കെ പുത്തരിയല്ലെങ്കിലും 1-2 വർഷത്തിനകം ഇതൊക്കെ ആ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ബാധ്യതയായി മാറും. സർക്കാർ ഉദ്യോഗസ്ഥരിലും അധ്യാപകരിലുമൊക്കെ തങ്ങളുടെ ആശയപ്രചാരണം ഇവർ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും UDF സർക്കാർ ആയതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം ലീഗിനടക്കം ചില സർവീസ് സംഘടനകൾ വീണ്ടും തലപൊക്കും 10 വർഷത്തിന് ശേഷം. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും ഇതേ അധ്യാപക ജീവനക്കാരുടെ സർവീസ് സംഘടനകൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അവർ സകലവിധ ലൈസൻസോടെയും സ്വാതന്ത്ര്യത്തോടെയും കൂടി എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയെടുത്ത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, സർക്കാർ ജീവനക്കാർക്കിടയിൽ വീണ്ടും വ്യാപകമായി തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലക്ഷ്യം ഭൂരിപക്ഷ കൂട്ടായ്മയെ തകർക്കുക എന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ഭൂരിപക്ഷ വർഗീയത എന്നാണ്. എന്നാൽ അവർ പ്രവർത്തിക്കുന്നതാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് കേരളം തിരിച്ചറിയണം. ഭൂരിപക്ഷ കൂട്ടായ്മയ്ക്കെതിരെ ന്യൂനപക്ഷ വർഗീയത എന്തുകൊണ്ടും ഒരു വലിയ വിപത്ത് തന്നെയാണെന്നും ആ ഒരു സത്യം കൂടി സംസ്ഥാന സർക്കാരിന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് ഏറ്റവും വലുതായിരിക്കും.